ഹലോ ഹലോ ഹലോ. ഇപ്പോൾ മാംഗോ സീസണൊക്കെ അല്ലേ. നമുക്കിപ്പോൾ മാംഗോ വെച്ചിട്ട് ഒരു കേസരി ഉണ്ടാക്കാം. മാംഗോനെ പൾപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നട്ട്സ്. ആദ്യം തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് സീഡിനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ മുന്തിരി അത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയും ഒന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ആ നെയ്യ് തന്നെ നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ആയാലും എടുക്കാം. വറുത്തതാണെങ്കിൽ കൂടി നെയ്യിലൊന്ന് വറുത്താലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ നല്ലോണം ആ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ വേണ്ടത് പാൽ. അപ്പോൾ പാൽ ഫ്രിഡ്ജിലിരുന്ന് തണുപ്പായതുകൊണ്ട് അതിനെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം പാലുണ്ട്. ഈ റവ അതിൽ മുങ്ങിക്കിടക്കണം കേട്ടോ, അത്രയും പാൽ വേണം. അങ്ങനെ പാൽ ഒഴിച്ചു. ഇതൊന്ന് കുക്കായി വരട്ടെ. ലോ ഫ്ലെയിമിലിട്ട് കുക്കാവും. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ് കൂടുകയെന്ന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് സ്വീറ്റിനായിട്ട് ഷുഗർ. മാംഗോക്ക് സ്വീറ്റ് ഉണ്ടെങ്കിൽ ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. ഈ മാംഗോ നല്ല സ്വീറ്റാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഷുഗർ തന്നെ ആഡ് ചെയ്യുന്നുള്ളൂ. നല്ലോണം മിക്സ് ആക്കുക. ഇനി ഈ ടൈമിൽ അത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ റവ. ഈ ടൈമിൽ നമുക്ക് നമ്മൾ പൾപ്പില്ലേ മാംഗോയുടെ, അതിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കുക. പിന്നെ ഒരു സ്പൂൺ നെയ്യും കൂടി ഇട്ട് നമ്മുടെ പണി അവസാനിപ്പിക്കാം. ഗീ ഒന്ന് ഉരുകി വരട്ടെ. നല്ലോണം മിക്സ് ആക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടാൽ പണി തീരും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. ഒരു 5 മിനിറ്റ്സ് മാത്രം മതി. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരം കഴിക്കുമല്ലോ, ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് അതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ മാംഗോ ഇഷ്ടമാതിരി ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ.